ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊള്ളാവുന്ന വീട്ടിൽ ഒരു ഡോക്ടറെ കാണാൻ പോയി. കൂടെ ഭാര്യയുണ്ടായിരുന്നു. അവൾ ഡോക്ടറെ കണ്ടൊരു മരുന്നിൻ്റെ കാര്യം ചോദിക്കാനായിപ്പോൾ എൻ്റെ കാറ് തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്തു. തൊട്ട് മുമ്പിലുള്ള ഗേറ്റ് കടന്നാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്നൊരാൾ ചാടി പുറത്തേക്ക് വന്ന് എൻ്റെ കാറിൽ തട്ടി വഴി ബ്ലോക്കായി കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാഷയൊക്കെ വളരെ രൂക്ഷം, ഫേസൊക്കെ. ഞാനപ്പോൾ വണ്ടി കുറച്ചുകൂടി മുന്നോട്ട് നീക്കിയിട്ടു. വീണ്ടും അദ്ദേഹം വന്ന് ഇതിൻ്റെ പുറകുവശം ഇവിടെ കിടക്കുന്നു എന്നും പറഞ്ഞ് പിന്തും രൂക്ഷമായി. അപ്പം ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് നീക്കിയിട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം നിങ്ങളാരാണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അനിൽ മുഹമ്മദാണ് എന്ന് പറയേണ്ടി വന്നു. എൻ്റെ വീടിനൊരു 1 കിലോമീറ്റർ അപ്പുറത്തേ ഉള്ളൂ. പുള്ളിക്ക് അറിയാതെ ചോദിച്ചതല്ല എന്നെനിക്കറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതുവരെയുള്ള ഒരു ശരീരഭാഷയൊക്കെ മാറ്റി ഞാൻ ഡോറ് തുറന്നങ്ങ് പുറത്തിറങ്ങി കാറിൽ ചാരി നിന്നു. പുള്ളി അതിരൂക്ഷമായിട്ട് എന്നെ ഒന്ന് നോക്കി, കാറ് മുന്നോട്ടെടുത്തു, വളച്ചു, തിരിച്ചു. ഭാര്യയും ഒരു കുഞ്ഞും വന്ന് കയറി, ഒക്കെ വിട്ടടിച്ചങ്ങ് പോയി. അപ്പോഴാണ് ഞാൻ ഈ മുഖത്തേക്ക് നോക്കുന്നത്. ഞാൻ കാണാൻ വന്ന ആളിൻ്റെ അതേ മുഖം. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഇത് നിങ്ങളുടെ ബ്രദറാണോ എന്ന് ചോദിച്ചു. എന്തേ സാർ? ഞാൻ പറഞ്ഞു, അല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, അതാണ് അവൻ. ഞാൻ ചോദിച്ചാൽ എൻ്റെ പ്രശ്നം എന്താ? അത് പ്രശ്നം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളിത് കുറച്ച് ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഭയങ്കര എസ്റ്റാബ്ലിഷ് ചെയ്ത് സാമ്പത്തികമൊക്കെ ഉണ്ടായതുകൊണ്ടും പുള്ളിയുടെ ഒരു വീട് കുറച്ച് ചെറുതായി എനിക്ക് തോന്നി, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ അതുകൊണ്ടൊന്നുമല്ല സാർ, അവർ രണ്ടുപേരുടെയും ജോലിയും വരുമാനവും ഒക്കെ എനിക്ക് പുള്ളി പറഞ്ഞു കേൾപ്പിച്ചു. ഞാനിത് പറഞ്ഞത്, ഇത് പല വീടുകളുടെയും ഒരവസ്ഥയാണ്. ഈ സഹോദരങ്ങൾ തമ്മിൽ ഒന്നെങ്കിൽ വൈരാഗ്യം, തർക്കം, അല്ലെങ്കിൽ മത്സരം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ റമദാൻ മാസം ആകുമ്പോഴെങ്കിലും ഇതിനൊക്കെ ഒരവസാനം കുറിച്ച് പരസ്പരം ഇത് വിട്ടുവീഴ്ച ചെയ്ത് ഒറ്റ ചോദ്യം മതി, ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം മതി ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ. എത്ര നാൾ, എന്തിന്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സത്യസന്ധമായി എവിടെങ്കിലും ഇരുന്ന് ഒന്ന് ആലോചിച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളത്. സഹോദരന്മാരുമായി മത്സരം. അങ്ങനെ മത്സരിച്ച് കടക്കണിയിലായി തകർന്ന് തരിപ്പണമായി കോടികളുടെ ബാധ്യതയുമായി നിൽക്കുന്ന മനുഷ്യരുണ്ട്. ഇതങ്ങ് നമുക്ക് അറിയാവുന്ന വളരെ പ്രചാരത്തിലുള്ള ചില വലിയ മുതലാളിമാരുടെ സഹോദരങ്ങൾ തമ്മിൽ മുതൽ താഴേക്ക് വരെ ഉണ്ടിത്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല, കാരണം പേര് പറഞ്ഞ് നമുക്കറിയാവുന്ന ഒരു കുടുംബ പ്രശ്നത്തിൽ പരസ്യമായി അതിനെ വലിച്ചിടണ്ട എന്ന് കരുതിയാണ് ഞാൻ പേര് പറയാത്തത്. സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾക്കിടയിലുള്ള ബന്ധം, ഈ ബന്ധം നന്നാക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ്. അതിൻ്റെ പ്രാധാന്യം കൊടുക്കണം. അതിന് പരസ്പരം കാണണമെങ്കിൽ കാണണം, സംസാരിക്കണമെങ്കിൽ സംസാരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരങ്ങൾ. ഇനി പണമുള്ള ആളാണെങ്കിൽ ഇല്ലാത്തവർക്ക് കുറച്ച് കടന്ന് ചെയ്യാൻ തയ്യാറാവണം. നമുക്കങ്ങനെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇല്ലാത്തവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിണക്കമോ പരിഭവമോ തോന്നുമെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നണം. അങ്ങനെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കുടുംബവും ഭാര്യയും എല്ലാവരും അറിഞ്ഞ് ആഘോഷപൂർവ്വം കൊണ്ട് കൊടുക്കുന്ന 1000 രൂപയുടെ ഒരു ഡ്രസ്സ് എന്നുള്ള നിലയിലല്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഈ സഹോദരബന്ധം ദൈവം ചേർത്ത ബന്ധമാണ്, മനുഷ്യനിർമ്മിതമല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു ഉടമ്പടി മാത്രമാണ്. അത് മനുഷ്യൻ തിരഞ്ഞെടുത്തതാണ്, അത് ചോയ്സാണ്, അത് ചാൻസാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ സാഹോദര്യ ബന്ധം അത് ചാൻസല്ല. ഇറ്റ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ് ബൈ ദ ഗോഡ്. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, ദൈവം അങ്ങനെ അയച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന വലിയ വിഷയങ്ങളിലൊക്കെ ഭയങ്കര ചർച്ച നടത്തുന്നവർ, അഭിപ്രായം പറയുന്നവർ, വലിയ വിശാലമായി ചിന്തിക്കുന്നു എന്ന തരത്തിൽ പ്രസംഗിക്കുന്നവരൊക്കെ സ്വന്തം വീടുകളിൽ ഈ തർക്കം നേരിടുകയാണ്, ഈ മത്സരം നേരിടുകയാണ്. ഈ മത്സരം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇതങ്ങ് തോറ്റുപോകുന്നൊരു കളിയല്ലേ. ഒരാൾ അവസാനിക്കുമ്പോൾ ഈ കളി തോറ്റുപോകില്ലേ? അപ്പോൾ ഏതായാലും അതുകൊണ്ട് ഈ റംസാൻ മാസം ഇതിൽ ഒത്തിരി ഉംറ ചെയ്യുന്നവർ, ഹജ്ജ് ചെയ്യുന്നവർ, പള്ളിയിൽ തന്നെ കിടക്കുന്നവർ, അമ്പലത്തിൽ കിടക്കുന്നവർ, ചർച്ചയിൽ നടങ്ങാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഈ മത്സരത്തിലാണ്, ഈ പോരാട്ടത്തിലാണ്, ഈ പകയിലാണ്, ഈ വൈരാഗ്യത്തിലാണ്, ഈ അകലത്തിലാണ്. പാടില്ല. അത് പറഞ്ഞു തീർക്കണം. അത് പറയുന്നതിൽ കുറവൊന്നുമില്ല. അത് പറയുന്നതിൽ ആരും തോൽക്കുന്നില്ല. അത് പറഞ്ഞു തീരുമ്പോൾ എല്ലാവരും ജയിക്കുന്നതേ ഉള്ളൂ എന്ന ബോധം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാനിത് അനുഭവിച്ച 2 അനുഭവങ്ങൾ. ഒന്ന്, ഞാനിതുപോലെ ഈ സഹോദരനുമായി മത്സരിച്ച്
ഈ സ്വന്തം കുടുംബം പോലും പണയപ്പെടുത്തി ഒരുപാട് പേരുടെ കാശും പണയവും റെക്കോർഡ്സും എല്ലാം ബാങ്കിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് ചെന്ന് പെട്ട ഒരാളിനെയും കണ്ടു. ഇതുപോലെ ഗേറ്റിൻ്റെ മുന്നിൽ സ്വന്തം സഹോദരനെ കാണാൻ ഒരാൾ വരുമ്പോഴേക്കും വല്ലാതെ വിരളി പിടിച്ച് ബഹളം വെച്ച് വെപ്രാളം പിടിച്ച്, അപ്പോഴത്തെ പുള്ളിയുടെ ഒരു മുഖഭാവമൊക്കെ കണ്ടാൽ എന്നെ കൊന്നുകളയും. അതിൻ്റെ കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പിനെ കാണാൻ വന്ന വാഹനം, അതായത് ആ കാണാൻ വരുന്നത് സഹിക്കാനാവുന്നില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ആയാൽ ഈ സഹിക്കാൻ വയ്യാതാകുന്ന ആൾ ആയുസറാതെ മരിച്ചും പോവും. അങ്ങനെയുണ്ട്. നമ്മൾ സാധാരണ ഈ പറയുന്ന സയൻസിലെ തിയറി ഉണ്ടല്ലോ, ഏതാ, എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനമുണ്ടാകും എന്ന് പറയുന്നത് മനുഷ്യവികാരങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹത്തിലും പകയിലുമെല്ലാം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താണ് വിതയ്ക്കുന്നത്, അതാണ് വിതയ്ക്കുന്നവൻ കൊയ്യുന്നത്. മറക്കാതിരിക്കണം.